സെൻട്രൽ ലണ്ടനിലുള്ള വേറൊരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയാണ് കേബിൾ കാർ. ഈ കുഞ്ഞു കുഞ്ഞു ലൈറ്റ് പോലെ കണ്ടതാണ് കേബിൾ കാർ. ഇതാണ് അതിൻ്റെ സ്റ്റേഷൻ. ഇത് ഗ്രീൻവിച്ച് സ്റ്റേഷനാണ്. ഞങ്ങൾ ഊബർ ബോട്ട്സിൽ വന്ന് ഇവിടെ ഇറങ്ങി കേബിൾ കാറിൽ കയറി. ഇതെന്ന് പറഞ്ഞാൽ നിൽക്കില്ല കംപ്ലീറ്റ് ആയിട്ട്, ഇനി ചെറുതായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ കയറാൻ. എനിക്ക് ഈ ലണ്ടനിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുഷ് ചെയർ ആയിക്കോട്ടെ വീൽ ചെയർ ആയിക്കോട്ടെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഇപ്പോൾ കേബിൾ കാറിലാണെങ്കിലും ബോട്ടിലാണെങ്കിലും ഒക്കെ നമുക്ക് അതോടുകൂടി തന്നെ കയറാൻ പറ്റും. മടക്കിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ആ ഡോറ് അത്യാവശ്യം സ്റ്റാഫുകളെല്ലാം ഹെൽപ്ഫുള്ളുമാണ്. നമ്മൾ കണ്ട ഉടനെ ഡോറ് നന്നായിട്ട് തുറന്നു തന്നു. നല്ല സ്പേഷ്യസ് ആണത്. ഒരു 8 പേരൊക്കോളം ഇരിക്കാൻ പറ്റും ആ കേബിൾ കാറിൽ. പലതും രാത്രിയാണ് നമ്മൾ പോയത്, അതുകൊണ്ട് തന്നെ ചിലതൊക്കെ എം ടി ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്ന് കറങ്ങിക്കൊണ്ടിരിക്കും, ഒരു സർക്കിൾ പോലെ. ബാക്കി മടക്കാതെ തന്നെ വയ്ക്കാൻ നല്ല ഒരു സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ സ്പീഡ് കൂടുന്നതിന് മുമ്പ് തന്നെ ഡോറ് ക്ലോസ് ആവും. ഇതിലും ഒരു സേഫ്റ്റി ബാഗ് ഉണ്ടായിരുന്നു. സേഫ്റ്റി ബാഗിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല. സേഫ്റ്റി ബാഗ് നമ്പർ ലോക്ക് കീ വെച്ച് ലോക്ക്ഡായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ CCTV ക്യാമറ ഉണ്ടായിരുന്നു, TV ഉണ്ടായിരുന്നു. പിന്നെ ഒരു മൈക്ക് സിസ്റ്റം പോലെ നമുക്ക് എന്തെങ്കിലും എമർജൻസിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത് ഈ കേബിൾ കാർ. അവരവിടെ എഴുതി വെച്ചിരുന്നത് 2.5 മൈൽ 14 മിനിറ്റ് കൊണ്ട് കവറാവും എന്നാണ് എഴുതി വെച്ചിരുന്നത്. കറക്റ്റ് സമയമൊന്നും നോക്കിയില്ല, അവർ പറഞ്ഞത് വിശ്വസിച്ചു. നല്ലൊരു വ്യൂ ആയിരുന്നു. ഓൾമോസ്റ്റ് ലണ്ടൻ സിറ്റി ഫുള്ള് കാണാമായിരുന്നു നമ്മൾ കേബിൾ കാറിൽ പോകുമ്പം. ലണ്ടൻ ഐയൊക്കെ ലണ്ടനിലൊരു അത്യാവശ്യം അട്രാക്റ്റീവായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസാണ്. അതെല്ലാം കാണാമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. രാത്രി ആയതുകൊണ്ട് നല്ല ലൈറ്റും എല്ലാം, റോഡുകളും എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാമായിരുന്നു. ഇത് തേംസ് നദിയുടെ മുകളിൽ കൂടിയാണ്, തേംസ് നദിക്ക് കുറുകെയാണ് ഈ ഒരു കേബിൾ കാറിൻ്റെ ഫെസിലിറ്റി ഉള്ളത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഊബർ ബോട്ട് ഇട്ടിരുന്നു. അതും ഈ തേംസ് റിവറിൽ കൂടിയാണ് പോകുന്നത്. ഇതിൻ്റെ സ്റ്റേഷനിൽ നമുക്ക് നമ്മുടെ ബാങ്ക് കാർഡ് ടാപ്പ് ചെയ്തും കയറാം, അല്ലെങ്കിൽ എല്ലാ സ്റ്റേഷനിലും ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. പിള്ളേർക്ക് ഫ്രീ ആണ്. മുതിർന്നവർക്ക് 12 പൗണ്ടായിരുന്നു ഒരാളുടെ ടിക്കറ്റ് പ്രൈസ്. അതായത് നമ്മുടെ നാട്ടിലത്തെ ഒരു 1200 മുകളിൽ. സാധാരണ ബസ്സും ട്രെയിനും ഒക്കെ ഇതിലും ചീപ്പാണ്. ചുമ്മാ ഒരു കൗതുകത്തിൻ്റെ പുറത്ത്